മലയാള സിനിമാ മേഖലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15 മാഫിയ തലവന്മാർ ഉണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പിന്നാലെ മലയാളത്തിലെ പ്രമുഖ നടനായ മോഹൻലാലിനെ കുറിച്ചുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ആരോപണം എന്തെന്നാൽ നടൻ മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ട് കഴിഞ്ഞു. ഈ വിമർശനം മലയാളികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. ഇതിന്റെ പേരിൽ ഒരാഘോഷം വരെ നടത്തിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. മോഹൻലാലിനോട് താങ്കൾ ഇത് കേട്ടിരുന്നുവെന്ന് മനോരമ ന്യൂസിലെ അവതാരകൻ ചോദിച്ചപ്പോൾ മോഹൻലാൽ അതിന് ഒട്ടും പ്രകോപിതനോ ഒട്ടും സംഭ്രമമോ ഇല്ലാതെ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. മോഹൻലാലിന്റെ മറുപടി അതൊരു പക്ഷെ ശരിയാകില്ല, കാരണം അതിൽ കൂടുതൽ ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു, മോഹൻലാൽ പറഞ്ഞു. മലയാള സിനിമയിൽ പൊതുവെ പറയപ്പെടുന്ന കഥകളിലൊന്നാണ് മോഹൻലാലിന്റെ ലൈംഗിക ബന്ധങ്ങളുടെ കഥകൾ. മലയാള സിനിമയിലെ മെഗാസ്റ്റാറായ മമ്മൂട്ടി മര്യാദക്കാരനായ കുടുംബനാഥനായി ജീവിക്കുമ്പോൾ സിനിമയ്ക്കകത്തും പുറത്തും പ്ലേ ബോയ് എന്ന ഇമേജായിരുന്നു മോഹൻലാലിൻ്റെത്. മിക്കവാറും മലയാളികളുടെ മനസ്സിൽ അബോധമായി കിടക്കുന്ന ഒരു ഫ്യൂഡൽ പുരുഷ സൗന്ദര്യത്തിന്റെ പ്രതീകമായി ഈ താരശരീരത്തെക്കുറിച്ചും മീശ പിരിക്കലും മുണ്ട് മടക്കിക്കുത്തലും എല്ലാം സംബന്ധിച്ച് അക്കാദമിക് പഠനങ്ങൾ പോലും പുറത്തിറങ്ങിയിരുന്നു. മദ്യപിക്കുമെന്ന് മോഹൻലാൽ രഹസ്യമായി വെക്കുന്നില്ല. ഇഷ്ടമുള്ള ഭക്ഷണം മതിയാവോളം കഴിക്കാൻ ഒരു മടിയും കാണിക്കാറില്ല. അതുപോലെ തന്നെ ഒന്നിനോടും ഒരു വിരക്തിയുമില്ല. അനാവശ്യമായ ഉത്കണ്ഠകളും വിജയത്തിൽ അമിത ആഘോഷമോ പരാജയങ്ങളിൽ അമിതമായ ദുഃഖമോ ഒന്നും മോഹൻലാലിനില്ല. തനിക്കെതിരെ വ്യാപകമായ വ്യക്തിഹത്യ നടത്തിയ നടൻ ശ്രീനിവാസനെ പോലും മോഹൻലാൽ കെട്ടിപ്പിടിക്കുകയാണ്. വെറുതെ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തലയിൽ ഏറ്റുന്നത്? ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് എത്രയോ നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. മോഹൻലാലിന് ഒരു പ്ലാനിങ്ങും ഒരു കാര്യത്തിലും ഉണ്ടാകില്ല. കിരീടം എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് തൊട്ടടുത്ത നിമിഷം വരെ കസാരയിലിരുന്ന് തമാശകൾ പറഞ്ഞതിനു ശേഷമായിരുന്നു. അതൊക്കെ ഇറങ്ങിപ്പോയ ഒറ്റ എടുപ്പാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നായകന്മാർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തതുപോലെയാണ് ഇതും. താരം ഏത് ഗോസിപ്പിലെ നായകനായാലും ആർക്കും ഒരു ഞെട്ടലും ഉണ്ടാവില്ല. ഒരിക്കലൊരു താരനിശയുടെ വേദിയിലിരുന്ന് പരസ്യമായി മോഹൻലാൽ ആക്ഷൻ കാണിച്ചത് വളരെയധികം വൈറലായിരുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് മമ്മൂട്ടി അടക്കമുള്ളവർ ഇത് കണ്ട് ചിരിക്കുകയായിരുന്നു. മോഹൻലാലിന്റെ സ്ഥാനത്ത് അത് മറ്റാരെങ്കിലുമാണ് കാണിച്ചിരുന്നതെങ്കിൽ മലയാളികൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയേനെ. അതുപോലെ അവതാരകൻ 3000 ക്ലബിന്റെ കാര്യം മറ്റെന്തെങ്കിലും നടന്മാരോടാണ് ചോദിച്ചിരുന്നതെങ്കിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? ചുരുക്കം പറഞ്ഞ മിക്ക മലയാളികളുടെയും ജീവിതത്തിന് എതിരായിട്ടുള്ള ഒരു ജീവിതമാണ് മോഹൻലാലിന്റേതെന്ന് പറയാം. ആരെക്കുറിച്ചും ഒരു കുറ്റം പറയുകയില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയും ഇഷ്ടമുള്ള വേഷങ്ങൾ അഭിനയിക്കുകയും മോഹൻലാൽ ചെയ്യുന്നു. പിന്നെ ഉഭയസമ്മതമുള്ള സ്ത്രീകളുമായി പ്രണയത്തിലാകും. തന്റെ ജീവിതത്തിൽ 60% സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മനോഹരമായി തന്നെ അദ്ദേഹം ജീവിച്ചു. മോഹൻലാൽ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണന്റെ ജന്മം കൂടിയാണെന്ന് പറയാം. മിത്തുകളും യാഥാർത്ഥ്യങ്ങളുമെല്ലാം കൂടിക്കലർന്ന ജീവിത രീതിയാണ് മോഹൻലാലിൻ്റെത്. അതിനൊരു വഷളൻ ലൈംഗിക പീഡകന്റേതായി കണക്കാക്കാൻ കഴിയില്ല. ഒരു സംവിധായകൻ പറയുകയുണ്ടായി, ലാലേട്ടൻ ഭാര്യയോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടാൽ ഇന്നലെ വിവാഹം കഴിച്ചവരെ പോലെയാണ് തോന്നുമെന്നും. അത്രമാത്രം പ്രണയം അത്രമാത്രം കരുതലുമാണ് ലാലേട്ടന് തന്റെ ഭാര്യയോടും. അനേകം കാമുകിമാർക്ക് ഒരുപോലെ പ്രാപ്യനായ ഒരു മിത്തിക്കൽ ജന്മമാണ് മോഹൻലാലിൻ്റെത്. മോഹൻലാലിൻ്റെത് നമ്മൾ കരുതുന്ന തരത്തിലൊരു ലൈംഗിക ബന്ധങ്ങളല്ല. ഇത്ര കാലത്തിനിടയിൽ ഒരു ആരോപണം പോലും ലോകത്തിലെ ഈ രണ്ടാമത്തെ അത്ഭുതത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുമില്ല എന്നതാണ് വസ്തുത. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതും. എന്തായാലും ഉയർന്നുവരുന്ന വിമർശനങ്ങൾക്കുള്ള നടപടികൾ എന്താകുമെന്ന് മുന്നോട്ട് നോക്കിക്കാണാം.